അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കയിൽ താമസിക്കുമ്പോൾ ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങളും ഹറമിലെ ചില മര്യാദകളുമാണ് വിവരിക്കുന്നത്. ഒന്നാമതായി, മസ്ജിദുൽ ഹറാമിൽ നടക്കുന്ന ഫർദ് നിസ്കാരത്തിൻ്റെ ജമാഅത്തുകൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തന്നെ പങ്കെടുക്കണം. കാരണം ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ഹറമിലാകുമ്പോൾ മഹത്വത്തിൻ്റെ വലിപ്പം പറയേണ്ടതല്ലോ. ഏത് വിഷയങ്ങളിൽ ഏർപ്പെട്ടാലും ജമാഅത്തിന് മസ്ജിദുൽ ഹറാമിൽ എത്തണമെന്ന ബോധമുണ്ടായിരിക്കണം. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ പുറത്തു പോകുന്നത് പോലും ജമാഅത്ത് നഷ്ടപ്പെടാത്തതാവാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫ് വർദ്ധിക്കുക. കഴിവതും പള്ളിയിൽ പോയിരിക്കുക. ഒരധ്വാനവും കൂടാതെ മഹാപ്രതിഫലം കിട്ടുന്ന അമലാണ് ഇഅ്തികാഫ്. അല്ലാഹുവിന് വേണ്ടി പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിനെ കരുതിയെന്ന നിയ്യത്തുകൊണ്ട് പള്ളിയിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും പ്രതിഫലാർഹമായി തീരുന്നു. പുറത്തുപോയി വീണ്ടും പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് പുതുക്കണം. മറ്റൊന്ന്, മസ്ജിദുൽ ഹറാമിലാകുമ്പോൾ കഅബയിലത്തെ നോക്കിക്കൊണ്ടിരിക്കുക. വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലും മഹത്തായ പുണ്യകർമ്മമാണ്. ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അത് പാലിക്കാതെ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കരുത്. നാലാമത് ശ്രദ്ധിക്കേണ്ടത്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച ഉടനെ ത്വവാഫ് ചെയ്യുക. മറ്റു പള്ളികളിലെ തഹിയ്യത്ത് നിസ്കാരത്തിന് പകരമാണ് അവിടെ ത്വവാഫ് സുന്നത്ത്. ത്വവാഫിന് സാധിക്കാത്ത സമയങ്ങളിൽ തഹിയ്യത്ത് നിസ്കരിക്കണം. അഞ്ചാമതായി പറയുകയാണെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള എല്ലാ റവാത്തിബ്, വിത്ർ, ദുഹാ, സ്വലാത്തുൽ അവ്വാബിൻ, ഏറ്റവും പ്രാധാന്യമാർ തഹജ്ജുദ് മുതലായവയെല്ലാം ഒന്നും ഒഴിവാക്കാതിരിക്കുക. പിന്നെ മറ്റൊന്ന്, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത് എന്നിവ വർദ്ധിപ്പിക്കുക. ദിക്റുകൾ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ കൂടെ കരുതേണ്ടതാണ്. പ്രധാന ദിക്റുകൾ, സ്വലാത്തുകൾ എന്നിവ നിശ്ചയ എണ്ണം ചൊല്ലി പൂർത്തീകരിക്കണമെന്ന് പ്രതിജ്ഞയെടുത്താൽ ധാരാളം ലഭ്യമാകും. ഏഴാമതായി, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. പാവപ്പെട്ടവരും അശരണരും ധാരാളമായി അറിവിലുണ്ടാവും. നമ്മുടെ കൂടെയുള്ളവരിൽ തന്നെ വളരെ സാധുക്കൾ ഉണ്ടാവും. അവർക്ക് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. എട്ടാമതായി, ത്വവാഫ് വർദ്ധിപ്പിക്കുക. സന്ദർഭം ലഭിക്കുമ്പോഴെല്ലാം ത്വവാഫ് വർദ്ധിപ്പിക്കണം. മക്ക ഷരീഫിൽ വെച്ച് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു അമൂല്യ നന്മയാണ് ത്വവാഫ്. ഒമ്പതാമതായി, ഹിജ്റുൽ ഇസ്മായിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ച് നിസ്കരിക്കുക. അതിൻ്റെ നേരെ മുകളിലുള്ള പാത്തിയുടെ താഴെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സ്ഥാനമാണ്. പത്താമതായി, ഉംറ വർദ്ധിപ്പിക്കുക. മക്കയിലുള്ള കാലങ്ങളിൽ ഹജ്ജിന് ഉംറയ്ക്ക് ഇഹ്റാം കിട്ടി ഉംറയ്ക്ക് പോകുന്നവരും ഹജ്ജിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, ധാരാളം ഉംറ വർദ്ധിപ്പിക്കുക. 11ാമത്, കഅബ ഷരീഫിനുള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കൽ. പക്ഷേ സാധാരണക്കാർക്ക് ഇപ്പോൾ അത് സാധ്യമാവില്ല. എങ്കിലും ഹിജ്ർ ഇസ്മായിൽ ഉപയോഗിക്കപ്പെടുത്താം. 12ാമതായി, സംസം കൂടുതലായി കുടിക്കുക. ആത്മീയതയും ശാരീരികവുമായ നേട്ടങ്ങൾ ലഭിക്കാൻ സംസം ഉപകരിക്കുന്നു. അത് എത്രയും കുടിക്കാം. അങ്ങനെ ചെറുമിലെ ചില മര്യാദകൾ അറിഞ്ഞിരിക്കൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എല്ലാവിധ ശുദ്ധിയോടെയും അതുകൂടെയും ഹറമിലെത്തുക. തിരക്കിയോ മറ്റോ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. പള്ളിയിൽ കയറുമ്പോഴുള്ള ദിക്റുകളും ഇഅ്തികാഫും തഹിയ്യത്തും എപ്പോഴും പാലിക്കുക. കഅബ കാണുമ്പോഴുള്ള ദുആ മനഃപ്പാഠമാക്കി എപ്പോഴും ശീലമാക്കുക. സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോഴെല്ലാം സോക്സും ഇഹ്റാമില്ലെങ്കിൽ കൈയുറയും ശീലമാക്കുക. പുരുഷന്മാരുടെ ജുമുഅ ജമാഅത്തിൽ കൂടുതൽ പള്ളിയിലേക്ക് പോകുന്നതിനേക്കാളും പുണ്യം സ്ത്രീകൾക്ക് താമസ സ്ഥലമാണെന്ന് ഹദീസിൽ ഓർക്കുക. പള്ളിയിൽ വന്ന സ്ത്രീകൾ അവർക്ക് മാത്രം പ്രത്യേകമായുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പള്ളിയിൽ പിന്നെ എല്ലാവരും കഅബയെ കാണും വിധം ഇരിക്കുകയും ഖുർആൻ പാരായണം, ദിക്ർ, ദുആ, സ്വലാത്ത് എല്ലാം വർദ്ധിപ്പിക്കുക. ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളും പരമാവധി വിനിയോഗിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. മസ്ജിദുൽ ഹറാം വല്ലതും ദാനധർമ്മമൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. ദുനിയാവി സംസാരങ്ങളൊന്നും വരാതെ നല്ലത് മാത്രം ഉരുവിടുക. അവിടെയുള്ള പള്ളിയോടെയോ ബിൽഡിങ്ങുകളോടെയോ മോടികളിൽ ചിന്തിക്കാതെ പുണ്യം കഅബയുടെയും മറവിൻ്റെയും പഴയ സ്മരണകളിൽ ഇലാഹി ചിന്തകളിൽ മുഴുകുക. ജുമുഅ ജമാഅത്ത് തഹിയ്യത്ത് നിസ്കാരങ്ങളെല്ലാം നഷ്ടപ്പെടാതിരിക്കുക. കഅബയുടെ കിഴക്ക് ഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. പരമാവധി ആ ഭാഗത്താകാൻ ശ്രമിക്കുക. അള്ളാഹു പുണ്യകർമ്മങ്ങൾ ചെയ്ത് അതിനെ ആദരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.